എന്താണ് സംഭവം? നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അറിയാവുന്നൊരു ഉത്തരം പറഞ്ഞാൽ മതി. ആ അധികം ഇടം എന്താവും? ആ അധികം ഇടം എങ്ങനെ നമുക്ക് ചേർത്ത് എഴുതാൻ പറ്റും? ഞാൻ പറഞ്ഞു യുക്തക്ഷരങ്ങൾക്ക് പിന്നിൽ ഒരക്ഷരമാണ് വരിക. എന്ന് പറഞ്ഞു. അവിടം. അവിടം വ ആണ് അല്ലെ. അവിടം എന്ന് വരുള്ളൂ. ഈ എന്നുള്ളത് ഈ അതിന്റെ സ്വരചിഹ്നമായിട്ട് മാറും. വായിക്ക് ശേഷം സ്വരചിഹ്നമാവും. അവിടം. ഇ പ്ലസ് ഇടം ഇവിടം. എ പ്ലസ് ഇടം ഇവിടം എന്ന് ആവുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതായത് ആ, ഇ, എ എന്നിവയ്ക്ക് ശേഷം വകാരം മാത്രമേ ചേരുള്ളൂ. ആ പ്ലസ് അൻ അവൻ, ഇ പ്ലസ് അൻ ഇവൻ, എ പ്ലസ് അൻ എവൻ, ആ പ്ലസ് അൾ അവൾ, ഇ പ്ലസ് അൾ ഇവൾ, എ പ്ലസ് അൾ എവൾ എന്നൊക്കെ വരുള്ളൂ. അപ്പൊ അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കിടക്കുന്നൊരു ചോദ്യം, അനാഥ പ്ലസ് ആയി, അവിടെ ഏത് ലെറ്റർ ആണ് വരിക? അനാഥ പ്ലസ് ആയി. എങ്ങനെ ചേർത്ത് എഴുതാൻ പറ്റും? ഷിബിൻ എന്ന് പറഞ്ഞേ. അനാഥയായി. അനാഥയായി. അവിടെ യാണ്, ആ പോവും. അനാഥയായി. ആയുടെ സ്വരചിഹ്നം വരും. അനാഥയായി. വാഴ പ്ലസ് ഇല, വാഴ അധികം ഇല എങ്ങനെയാവും? ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളാണ് മറുപടി പറയേണ്ടത്. വാഴയില. വാഴയില. കല പ്ലസ് ക, കലയ്ക്ക്. കലയ്ക്ക്. മയിൽ പ്ലസ് പീലി, മയിൽപീലി. എന്താ അവിടെ സംഭവിക്കുക? രണ്ട് പ. കടൽ പ്ലസ് കാറ്റ്, കടൽക്കാറ്റ്. കാ ഡബ്ല്യു, കാ ഇരട്ടിക്കും. കൊത്തി പ്ലസ് തിന്നാൻ, കൊത്തി തിന്നാൻ. താ ഡബ്ല്യു. മുക്കുറ്റി അധികം പൂവ്, മുക്കുറ്റിപ്പൂവ്. തീ അധികം കനൽ, തീക്കനൽ. കാ ഇരട്ടിക്കും. ഇ പ്ലസ് തരം, ഇത്തരം. ഇത്തരം. താ ഇരട്ടിക്കും. കള്ളം പ്ലസ് കള്ളവും. കള്ളവും. വാ. മരം പ്ലസ് ചാടി, മരം ചാടി. ചായിരട്ടിച്ച്. അല്ല, ചായരട്ടിക്കല്ല ചെയ്യ. മരം പ്ലസ് ചാടി, മരഞ്ചാടി. ഞായും ചായും കൂടെ വരും. മരഞ്ചാടി, മരഞ്ചാടി എന്നാണ്. ഞായും ചായും. കുരങ്ങൻ എന്ന വാക്കിന്റെ പര്യായ പദമാണ് മരഞ്ചാടി. മരത്തിൽ ചാടുന്നത് കൊണ്ട് മരഞ്ചാടി. ഞായും ചായും വരും. ശ്രദ്ധിക്കണം. മരച്ചാടി എന്ന് വരില്ല, മരഞ്ചാടി. മരം പ്ലസ് ഇൽ, മരത്തിൽ. മരത്തിൽ. ഡബിൾ തായാണ് വരിക. പോകും പ്ലസ് തോറും, പോകും തോറും. നായും തായും കൂടെ വരും. പോകും തോറും. നായും തായും കൂടെ ചേർന്നിട്ടുള്ള കണ്ടിന്യൂ ലെറ്റർ ആണ്. തട്ടം പ്ലസ് എടുത്ത്, തട്ടെഴുത്ത്. തട്ടം, തട്ടെഴുത്ത്. തട്ടം പ്ലസ് എടുത്ത്, തട്ടമെടുത്ത്. തട്ടമെടുത്ത് എന്ന് വരുള്ളൂ. തട്ടം പ്ലസ് എടുത്ത്, തട്ടമെടുത്ത്. അതായത് ഈ അമ്മിന് ശേഷം അത് ശ്രദ്ധിക്കണം. ഈ തട്ടം എന്ന് കണ്ടോ? തട്ടം എന്നതിന്റെ അവസാനത്തേത് ഒരു ഒരു ചെറിയ സീറോ അല്ലേ? ആ അനുസ്വാരത്തിന് ശേഷം സ്വരമാണ് വരുന്നതെങ്കിൽ, അടുത്തത് സ്വരമാണ് എങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ പറയാം. അതായത് അത് ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിച്ചിട്ടുണ്ട്. അത്
ചോദിച്ചത് മാത്രമാണ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. നോക്കിയേ, ഇവിടെ ഞാൻ പറയാം, എഴുതി കാണിച്ചു തരാം. തട്ടം, ഈ ഉണ്ടല്ലോ, ഈ ഇതിനെ നമ്മൾ അനുസ്വാരം എന്നാ പറയാ, അത് കഴിഞ്ഞിട്ട് എടുത്ത് എന്നാണ്. ഈ അനുസ്വാരം കഴിഞ്ഞിട്ടൊരു സ്വരാക്ഷരമാണ്, ഇതൊരു സ്വരാക്ഷരമാണ് അല്ലെ, സ്വരാക്ഷരമാണ്. തട്ടം ഈ കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ അവിടെ മകാരമേ വരുള്ളൂ. മകാരം എന്ന അക്ഷരമേ വരുള്ളൂ. അതിന്റെ നിയമം പറയുന്നത് മകാരം താൻ അനുസ്വാരം സ്വരം ചേർന്നാൽ തെളിഞ്ഞിടും എന്നാണ് പറയുക. അതിന്റെ നിയമം അതാണ്. മകാരം താൻ അനുസ്വാരം സ്വരം ചേർന്നാൽ തെളിഞ്ഞിടും. ഈ എന്ന് പറയുന്നത് മകാരം തന്നെയാണ്, എന്ന അക്ഷരം തന്നെയാണ്. പക്ഷെ അത് തെളിഞ്ഞു വരണമെങ്കിൽ എന്ത് വേണം? സ്വരം ചേരണം. നിങ്ങൾ എടുത്ത് നോക്കിക്കോ, വേറെ ഒരു ഉദാഹരണം എടുത്ത് നോക്കിക്കോ. മരം പ്ലസ് ഇല്ല, ഇത് ആണ്, ഇത് സ്വരാക്ഷരമാണ്. ഇതെങ്ങനെ ചേർക്കുക? ചേർക്കുമ്പോ എന്താവും? മരമില്ല. മരമില്ല, കണ്ടോ? മായ വരത്തുള്ളൂ, മരമില്ല. ഇനി വേറെ ഒരു ഉദാഹരണം നോക്കാം. എവിടെയാണെങ്കിലും മകാരം താൻ അനുസ്വാരം സ്വരം ചേർന്നാൽ, ഈ അമ്മിന് ശേഷം വരുന്നത് സ്വരം ആണെങ്കിൽ അവിടെ എന്നത് മകാരം വരും. മകാരം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നേ മതിയാവും. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കാം. ഉദാഹരണം പറ. കരം പ്ലസ് അടിച്ചു, ഇത് സ്വരാക്ഷരമാണല്ലോ. കരം പ്ലസ് അടിച്ചു എങ്ങനെ വരും? കരമടിച്ചു എന്നേ വരുള്ളൂ. കണ്ടോ? അനുസ്വാരത്തിന് ശേഷം സ്വരം വന്നാൽ എപ്പോഴും വരും. ഒരു ഉദാഹരണം കൂടെ നോക്കാം നമുക്ക്. പാലം പ്ലസ് അടച്ചു, ഒരു പാലം പ്ലസ് ഇല്ല, പാലമില്ല എന്നല്ലേ വരുള്ളൂ. ആണോ? അങ്ങനല്ലേ വരുള്ളൂ. പാലം പ്ലസ് ഇല്ല, പാലമില്ല എന്നല്ലേ? അവിടെ പാലമില്ല അല്ലെ? അങ്ങനല്ലേ വരുള്ളൂ. പാലം പ്ലസ് അടച്ചു എന്ന് വന്നാൽ അങ്ങനെ വരും. പാലമടച്ചു, പാലമടച്ചു. മാർത്താണ്ഡവർമ്മ പാലമടച്ചു എന്നേ വരുള്ളൂ. അടയ്ക്കുക, അടച്ചു എന്നുള്ളത് വരുള്ളൂ. അപ്പൊ ഈ അനുസ്വാരത്തിന് ശേഷം സ്വരം വന്നാൽ എപ്പോഴും അവിടെ വരും. മരം ചാടി വരാത്തതിന്റെ കാരണം എന്താ? മരം പ്ലസ് ചാടി, മരം പ്ലസ് ചാടി. ഇത് ച എന്നുള്ളത് സ്വരാക്ഷരമല്ല, ഇത് വ്യഞ്ജനാക്ഷരമാണ്, വ്യഞ്ജനമാണ്. അതുകൊണ്ട് എന്താ? മരം പ്ലസ് ചാടി, മരഞ്ചാടി എന്നേ വരുള്ളൂ. ഈ അക്ഷരം എന്താ? ഈ അക്ഷരം ഞ പ്ലസ് ച, ഇത് രണ്ടും കൂടെ ചേർന്നാണ്, ഞായും ചായും കൂടെ ചേർന്ന് ഇഞ്ച, കണ്ടോ? മരഞ്ചാടി എന്ന് വരുള്ളൂ. ഇഞ്ച.
പഞ്ചസാര അല്ലെ. തട്ടം പ്ലസ് എടുത്ത്, തട്ടം എടുത്ത്. പോയി പ്ലസ് എന്ന് എങ്ങനെ വരും? പോയി പ്ലസ് എന്ന് പോയെന്ന്. പോയെന്ന്. യാ വരും, ഏടെ സൈൻ അപ്പുറത്ത് വരും. ഈ ഏടെ സ്വര ചിഹ്നം അപ്പുറത്ത് വരും. പോയെന്ന്. വരിക പ്ലസ് എടോ വരികയാടോ. അവിടെ അത് ശ്രദ്ധിക്കണം. വരിക പ്ലസ് എടോ. വരികടോ, വരികടോ എന്നേ വരുള്ളൂ. വരികയാടോ എന്ന് വരില്ല. വരിക പ്ലസ് ആടോ ആണെങ്കിൽ വരികയാടോ എന്ന് വരും. ഇത് വരികടോ എന്നല്ലേ? വരിക പ്ലസ് എടോ വരികടോ എന്നാണ്. വരിക പ്ലസ് ആടോ എന്നാണെങ്കിൽ വരികയാടോ എന്ന് വന്നേന്. ഇത് വരിക പ്ലസ് എടോ വരികടോ. ഈ ഏടെ സൈൻ ഇപ്പുറത്ത് വരും. വരികടോ എന്ന് വരും. നിങ്ങൾ എവിടെയെങ്കിലും കുറച്ചധികം ഇങ്ങനത്തെയുള്ള ചേർത്തെഴുതുകളും മറ്റേതും എടുത്ത് നോക്കുക കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ വിളിക്കണം. വരാതെ പ്ലസ് ആയി വരാതെയായി. വരാതെയായി. വരാതെ പ്ലസ് ആയി വരാതെയായി. യായി എന്ന് യാ വേണം എഴുതാൻ. വരാതെ പ്ലസ് ആയി വരാതായി എന്ന് പറയരുത്. ശ്രദ്ധിക്കണം. വരാതായി അല്ല അത്. ചില ആൾക്കാര് വരാതെ, ഇവിടെ വരാതെ എന്ന് തന്നെയാണ്. വരാതെ പ്ലസ് ആയി എന്നാണ്. അപ്പോ വരാതായി എന്ന് എഴുതരുത്. വരാതായി എന്ന് എഴുതരുത്. വരാതെയായി എന്നാണ് ആ വേർഡ്. അപ്പൊ എങ്ങനെ എഴുതണം? വരാതെയായി. ഇങ്ങനെ വേണം അത് ചേർത്തെഴുതാൻ. വരാതെയായി. ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് മാത്രമാണ് തിരഞ്ഞെടുത്തത്. എന്നാലും നിങ്ങളത് ശ്രദ്ധിച്ചു വേണം പോകാൻ. അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതാണ് നമ്മുടെ അഭ്യാസങ്ങളിൽ ചേർത്തെഴുതുക എന്നുള്ളതിനകത്ത്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. കൂടുതൽ അതിനകത്ത് എന്തെങ്കിലും നമുക്കൊരു ക്ലാസ് വേണമെങ്കിൽ ഒന്ന് പറയുക അവരെടുത്ത്. അപ്പൊ നമുക്കത് എടുക്കാം. നോ പ്രോബ്ലം. കുറച്ചധികം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. അടുത്തത് നമ്മൾ നോക്കുന്നത് സമാന പദങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള പര്യായം നമുക്ക് നോക്കാം. പര്യായം ആണ് കുറച്ചുകൂടെ നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ നമ്മള് കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാൻ പറ്റുന്നതോ? ഇന്നലെ അതൊന്ന് ഉറപ്പിച്ചിട്ട് പോകണം. നമ്മുടെ വചനത്തില് മറ്റേതൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഏകവചനം എന്ന് വെച്ചാൽ ഒന്നിനെ കുറിക്കാനാണ്. ബഹുവചനം എന്ന് വെച്ചാൽ ഒന്നിലധികം ഉള്ളതിനെ കുറിക്കാനാണ്. അവിടെ നിന്നും വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷെ ആ ബഹുവചനം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ബഹുവചനം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. അതാണ് പ്രധാനമായിട്ടുള്ളത്. വചനം എന്നതിനകത്ത് വരുന്നത് അത് മാത്രമാണ്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ഇങ്ങനെ മൂന്ന് തരമായിട്ട് ബഹുവചനത്തെ തിരിച്ചിട്ടുണ്ട്. അതില് സലിംഗ ബഹുവചനം എന്താണെന്ന് നോക്കുക. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കാണിക്കുന്നു. അതാണ്. അതായത് പുല്ലിംഗമാവാം, സ്ത്രീലിംഗമാകാം, നപുംസകലിംഗമാകാം. ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വം എന്ന് വെച്ചാൽ അധികം, ഒന്നിലധികം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സലിംഗം എന്ന് പറയുന്നത്. ആൺകുട്ടികൾ ആണ് അതിന്റെ പ്രത്യേകം. പെൺകുട്ടികൾ, ഭാര്യമാർ, നദികൾ, മലകൾ, ഇതൊക്കെ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ പുല്ലിംഗ പ്രത്യേകമായിരിക്കും. പുല്ലിംഗ പ്രത്യേകത്തിന്റെ ബഹുത്വം കാണിക്കാൻ ആണുങ്ങൾ, പുരുഷന്മാർ എന്ന് പറയും. അർമാർ. ഈ സ്ത്രീലിംഗമാണെങ്കിലോ അവിടെ ഭാര്യമാർ, സ്ത്രീകൾ എന്നും പറയും. കൾ എന്നും മാറും എന്ന് വരും. നപുംസകലിംഗമാണെങ്കിലോ മലകൾ, കൾ ആണ് വരിക. അല്ലെ? ആരെന്ന ലിംഗവും സ്ത്രീകൾ ഇവയ്ക്കേമാർ സലിംഗവും ക്ലീവത്തിൽ കൾ ചർച്ച പോലെ
പൂജകത്തിന് മൂന്നുമാം. ഇതാണ് അതിന്റെ നിയമം. വ്യാകരണ ഗ്രന്ഥത്തിലുള്ള നിയമം അതാണ്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾ പഠിക്കേണ്ട ഇത്ര മാത്രം, സലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസലിംഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കാണിക്കാനാണ് അത് ഉപയോഗിക്കുന്നത് എന്നാണ്. അടുത്തത് അലിംഗ ബഹുവചനമാണ്. അലിംഗ ബഹുവചനം എന്ന് വെച്ചാൽ എന്താ? പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് അവയുടെ പൊതുവെയുള്ള ബഹുത്വം കാണിക്കുന്നു. അതായത് ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കില്ല അവിടെ. ആ വാക്കിന് നമുക്ക് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആ മക്കളില് ആണുണ്ടാവും പെണ്ണുണ്ടാവും. അധ്യാപകർ എന്ന് പറയുമ്പോൾ അവിടെ ആൺ അധ്യാപകരുണ്ടാവും പെൺ അധ്യാപകരുണ്ടാവും. മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ആൺമൃഗങ്ങളും പെൺമൃഗങ്ങളും ഉണ്ടാവും. പക്ഷികൾ എന്ന് പറയുമ്പോൾ അവിടെ ആൺപക്ഷിയും പെൺപക്ഷിയും ഉണ്ടാവും. ഇല്ലേ? ജനങ്ങൾ, എന്റെ നാട്ടിലെ ജനങ്ങൾ എന്നൊരു വാക്ക് പറയുമ്പോൾ അവിടെ ജനങ്ങളിൽ ആരുണ്ട്? ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അപ്പോ വേർതിരിച്ച് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വചനത്തെയാണ് നമ്മള് അലിംഗം, ലിംഗമില്ല എന്നാണ് അലിംഗം. സലിംഗം എന്ന് വെച്ചാൽ പുരുഷൻ, സ്ത്രീ, നപുംസകലിംഗം വേറിട്ട് പറയുന്നതാണ്. അടുത്തത് പൂജകം ആണ്. പൂജകം എന്ന് വെച്ചാൽ ആദരവ്, ബഹുമാനം സൂചിപ്പിക്കുന്നതിനായി ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയങ്ങളായ അർ, മാർ, കൾ ഈ മൂന്നെണ്ണം തുടങ്ങിയവ ഏതെങ്കിലും ചേർക്കുന്നു. അർ അല്ലെങ്കിൽ മാർ അല്ലെങ്കിൽ കൾ. പൂജകത്തിന് മൂന്നുമാം എന്ന് ഞാൻ പറഞ്ഞില്ലേ? പൂജകത്തിന് മൂന്നുമാം. മൂന്നുമാം വെച്ചാൽ അർ, മാർ, കൾ. ആരെന്ന അലിംഗ പുംസ്ത്രീകൾ ഇവയ്ക്ക് മാ സലിംഗവും ക്ലീബത്തിൽ കൽച്ചർച്ച പോലെ പൂജകത്തിന് മൂന്നുമാം. അർ, മാർ, കൾ എന്നിവ പൂജക ബഹുവചനമാണ്. ഉദാഹരണം നോക്കുക. നിങ്ങൾ എന്ന് പറയുന്നത് അവിടെ നമ്മള് പല ആൾക്കാരുണ്ടായിട്ടല്ല കേട്ടോ, ഒരാളെ തന്നെയാണ് നമ്മൾ പറയണത് നിങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരെന്താ എന്ന് നമ്മൾ ചോദിക്കുന്നത് അവിടെ കുറെ അധികം ആൾക്കാർ ഇരുന്നിട്ടല്ല. നിങ്ങൾ എന്നുള്ള ബഹുമാന സൂചകമാണ് മലയാളത്തിൽ. താങ്കൾ, സ്വാമികൾ എന്ന് പറയുന്നത് ഒരുപാട് സ്വാമിമാരെ അല്ല, ബഹുവചനമാണ് അവിടെ കൾ. തിരുവടികൾ എന്ന് നമ്മൾ പറയാറുണ്ട്. തിരുവടികൾ എന്ന് പറയുന്നത് അവിടെ ഏതെങ്കിലും അധികം ആൾക്കാരെ അല്ല. അപ്പോ അത് തൃപ്പടികൾ എന്ന് പറയുമ്പോൾ പടികൾ എന്നല്ല, തൃപ്പടികൾ എന്ന് പറയാറുണ്ട്, അടികൾ എന്ന് പറയാറുണ്ട്. സ്വാമികൾ, ഗുരുക്കൾ എന്നൊക്കെ പറയാറുണ്ട് അവിടെ. അതുപോലെ തന്നെ അറും വരും. വൈദ്യർ, ദ്രോണർ, തൃപരർ എന്നൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മാർ എന്നും വരാറുണ്ട്. മാർ എന്നും വരാറുണ്ട്. ഗുരുക്കന്മാർ എന്ന് പറയാറുണ്ട്. ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്ന പോലെ ബഹുവചനമല്ല, അത് പൂജക ബഹുവചനമാണ്. അതായത് ബഹുത്വത്തെ കാണിക്കാനല്ല, അവിടെ ആദരവ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ അർ, മാ, കൾ എന്നിവ മൂന്നും ചേരും. സലിംഗത്തില് അങ്ങനെയല്ല. സലിംഗത്തില് നമ്മളിവിടെ കാണാം, സലിംഗ ബഹുവചനത്തില് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കാണിക്കാനാണ് നമ്മൾ ചേർക്കുന്നത്. അത് കൾ ആണ് പ്രത്യയം. പിന്നെ അലിംഗ ബഹുവചനം അങ്ങനെയല്ല, പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് അവയുടെ പൊതുവെയുള്ള ബഹുത്വം കാണിക്കുന്നു. ആൺപെൺ വ്യത്യാസം തിരിച്ചറിയാൻ അവിടെ സാധിക്കില്ല അലിംഗ ബഹുവചനത്തിൽ. അതും കൂടി ഒന്ന് മനസ്സിൽ എത്തണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കാണാം, ചോദിക്കാം. ഇന്ന് നമുക്ക് പര്യായം എന്നതിലേക്ക് കടക്കാം. പര്യായം എന്ന് വെച്ചാൽ അറിയാലോ. പര്യായം എന്ന് വെച്ചാൽ എന്താ? ഇതിനെ നമ്മൾ പര്യായം എന്ന് പറയണേ. പര്യായം എന്ന് വെച്ചാൽ എന്താ? ആരാ പറയണ പര്യായം എന്താന്ന് വെച്ചാ? ഒരു വാക്കിന് സമാനാർത്ഥമുള്ള വ്യത്യസ്ത പദങ്ങളാണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു വാക്കിന് സമാനമായ അർത്ഥം നൽകുന്ന വ്യത്യസ്ത പദങ്ങളെയാണ് നമ്മൾ പര്യായം എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ സിനണിം എന്ന് പറയും. സിനണിം. ഇപ്പൊ അക്ഷരം എന്ന വാക്കുണ്ട്. അക്ഷരം അല്ലേ? അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം ക്ഷരം അല്ലാത്തത് എന്നാണ്. ക്ഷരം എന്ന് വെച്ചാല് നാശം. അക്ഷരം എന്ന് വെച്ചാൽ നാശം ഇല്ലാത്തത്. അക്ഷരത്തിന് നാശം ഇല്ല എന്നാണ് പറയുക. അതുകൊണ്ടാണ് ആ അക്ഷരത്തിന് അങ്ങനെ
അങ്ങനെ ഒരു പര്യായം വന്നത്. അക്ഷരം എന്ന് വെച്ചാൽ ലെറ്റർ. എ ഒരു അക്ഷരമാണ്, ആ ഒരു അക്ഷരമാണ്, ഈ ഒരു അക്ഷരമാണ്. അപ്പൊ അതിനെന്തില്ല, അതിന് ക്ഷരം, അതിന് നാശമില്ല എന്നാണ്. അതുകൊണ്ടാണ് അക്ഷരം. ആ അക്ഷരത്തിന് ഒന്നിലധികം പര്യായ നാമങ്ങളുണ്ട്. അതിലൊന്നാണ് വർണ്ണം. നമ്മൾ എന്താ പറയുക, നമ്മുടെ മലയാള ഭാഷയുടെ ആൽഫബറ്റിന് വർണ്ണമാല, അക്ഷരമാല അല്ലെങ്കിൽ വർണ്ണമാല എന്നാ പറയുക അല്ലേ? പഴയ കാലത്ത് നമ്മൾ അവർണ്ണൻ, സവർണ്ണൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അവർണ്ണൻ എന്ന് വെച്ചാൽ വർണ്ണത്തോടു കൂടിയവൻ, അക്ഷരജ്ഞാനമുള്ളവൻ. അല്ല, അവർണ്ണൻ എന്ന് വെച്ചാൽ അക്ഷരജ്ഞാനം ഇല്ലാത്തവൻ, സവർണ്ണൻ അക്ഷരത്തോടു കൂടിയവൻ, അക്ഷരജ്ഞാനമുള്ളവൻ. ലിറ്ററേറ്റ് ആൻഡ് ഇല്ലിറ്ററേറ്റ് എന്നർത്ഥം മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അത് ജാതിയുടെയോ നിറത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലായിരുന്നില്ല. അതൊക്കെ പിൽക്കാലത്ത് ഉണ്ടായതാണ്. പിന്നെ ലിപി എന്ന് പറയും, മലയാള ലിപി. ഇംഗ്ലീഷ് ലിപി എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണ്. അപ്പൊ വർണ്ണം, ലിപി എന്ന് രണ്ട് പര്യായങ്ങളുണ്ട്. അഗ്നി, അഗ്നി, തീ, വന്നി. അല്ലെ, അഗ്നിക്കൊക്കെ നമ്മള് പര്യായം എഴുതുമ്പോ സൂക്ഷിക്കണം. നമ്മൾ വിളക്ക് കത്തിക്കും, വിളക്ക് കത്തിക്കാറുണ്ടോ ആരെങ്കിലും ഒക്കെ ഇതിനകത്ത്? ഉണ്ടോ? ഉണ്ടല്ലോ, വിളക്ക് കത്തിക്കാറുണ്ടോ? ഇനിയിപ്പോ മെഴുകുതിരി കത്തിക്കുന്നതിനാലും മതി. അപ്പൊ ആ മെഴുകുതിരിയിലുള്ള അതിനെ നമ്മൾ അഗ്നി എന്ന് പറയാറുണ്ടോ? അറിയോ? എന്നാണ് പറയാറ്. തിരി കത്തിച്ചു, തിരി കത്തിച്ചു, അല്ലെങ്കിൽ തീ എന്ന് പറയും, അല്ലെങ്കിൽ ദീപം എന്ന് പറയും. അപ്പൊ ഇതിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ വാക്കുകള് ഇങ്ങനെ നമ്മൾ എപ്പോഴും എല്ലായിടത്തും ഒരുപോലെ വിളിക്കുന്നത്. ദീപം എന്ന് പറയുന്നത് വേറൊന്നാണ്, അഗ്നി എന്ന് പറയുന്നത് വേറൊന്നാണ്. അതിന്റെ ധർമ്മം ഒന്നാണ്, ചൂട് ഉള്ളതാണ്, അതാണ് അതിന്റെ ധർമ്മം. പക്ഷെ ആ വാക്ക് അർത്ഥമാക്കുന്നത് പലതാണ്. അതുകൊണ്ട് പര്യായത്തിന് ശ്രദ്ധിക്കണം. പര്യായം നമ്മൾ തന്നിരിക്കുന്നത് പഠിക്കണം നിർബന്ധമായിട്ടും. അത് 2-3 ആവർത്തി വായിച്ചു പഠിക്കുക. കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുക, നമ്മൾ ഇനി എടുത്തിട്ട് നമുക്ക് തരാം. അപ്പൊ അഗ്നിക്ക് തീ എന്നും വന്നി എന്നാ പറയുക. അത് കേട്ടോ, വഹനി എന്ന് പറയരുത്, വന്നി. വഹ്നി എന്ന അവിടെ ഉച്ചാരണമില്ല, അവിടെ അതൊരു ആസ്പിറേറ്റഡ് ആണ്, ഒരു ശബ്ദം, ഒരു എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. വന്നി എന്ന് പറയും. അഗ്നി, തീ, വന്നി. അഗ്രജൻ എന്ന വാക്കിന്റെ അഗ്രം എന്ന് വെച്ചാൽ അറ്റം. അഗ്രജൻ അറ്റത്ത് ജനിച്ചവൻ എന്നർത്ഥത്തിൽ ഏറ്റവും അറ്റം. അത് 5 പേരുണ്ടെങ്കിൽ അതിന്റെ തുടക്കം, അതാണ് അഗ്രജൻ. ജ്യേഷ്ഠൻ അല്ലെ, ജ്യേഷ്ഠം എന്ന് പറഞ്ഞാൽ നമ്മളെ തുടക്കം എന്നർത്ഥമാണ്. ജ്യേഷ്ഠൻ. പൂർവജൻ, പൂർവം എന്ന് വെച്ചാൽ മുൻപുണ്ടായിട്ടുള്ളവൻ, ആ അർത്ഥത്തിലാണ് അഗ്രജൻ, ജ്യേഷ്ഠൻ, പൂർവജൻ. അതിർത്തി, ബൗണ്ടറി എന്ന അർത്ഥത്തിലാണ്. സീമ എന്ന അർത്ഥമുണ്ട്. സീമ. അതിര് എന്നർത്ഥമുണ്ട്. ഇപ്പൊ ഭാരത സീമ അല്ലെങ്കിൽ സീമ ലംഘിച്ചു എന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. വ്യോമ സീമ അല്ലെങ്കിൽ സമുദ്ര സീമ ലംഘിച്ചു, സമുദ്രത്തിന്റെ അതിർത്തി ലംഘിച്ചു എന്നുള്ളതാണ്. അപ്പൊ സീമ, അതിര്. അമൃതം എന്ന വാക്കിന് അമൃതം എന്നാണ്. മൃതം എന്ന് വെച്ചാൽ മരണം, അമൃതം എന്ന് വെച്ചാൽ മരണം ഇല്ലാത്തത്. അപ്പോ അമൃതം കുടിച്ചാൽ മരിക്കില്ല എന്നാണ് ഒരു സങ്കല്പം. അതുകൊണ്ടാണ് അമൃതം. അതിനുള്ള 2 പര്യായമാണ് പീയൂഷം സുധ, അമ്പ്, അസ്ത്രം, ശരം, അരയന്നം. അരയന്നം, ഹംസം, അന്നം. ആ അന്നം എന്നതിന് 2 തരത്തിൽ അർത്ഥം പറയാം. അന്നം എന്നുള്ളതിന് ഭക്ഷണം എന്നും പറയാം. പക്ഷെ ഇവിടെ കോണ്ടെക്സ്റ്റ് ആണ്, സന്ദർഭം നോക്കി വേണം അർത്ഥം പറയാൻ. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അരയന്നത്തിന് ഹംസം എന്നും അന്നം എന്നും അർത്ഥമുണ്ട് അല്ലെ. അന്നനട എന്നൊക്കെ പറയും. അന്നനട, അന്നം നടക്കുന്നത് പോലെ, ഹംസം നടക്കുന്നത് പോലെ എന്നുള്ളതിനാണ് അന്നനട. അനുകമ്പ, അനുകമ്പ, ദയ, കരുണ. അമ്പ്, ശരം, ബാണം. അസ്ത്രം, ശരം നമ്മൾ നേരത്തെ പഠിച്ചു. അമ്പിന് വേറെ ഉണ്ട്, ശരം, ബാണം. അശ്വം, അശ്വം എന്ന് വെച്ചാല് കുതിരയാണ്, കുതിര അല്ലെ, അശ്വം, കുതിര. വാജി, തുരകം, തുരങ്കമല്ല കേട്ടോ, തുരകമാണ്. ഇവിടെ അക്ഷരത്തിലുണ്ട്. തുരകം അല്ല, തുരങ്കമല്ല. തുരങ്കം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോൾ എന്നാണ് അർത്ഥം.
തുരകം, തുരകവാഹനൻ എന്നൊക്കെ പറയും അല്ലെ. അയ്യപ്പനെ നമ്മള് പറയാം, അയ്യപ്പനെ പറയുമ്പോൾ നമ്മള് അയ്യപ്പൻ സ്വാമി അയ്യപ്പനാണോ, ശബരിമല ഇരിക്കുന്ന ആള്. അദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ തുരകവാഹനൻ, വാജിവാഹനൻ എന്നൊക്കെ പറയും. അതായത് തുരകത്തിന് വാഹനമായിട്ടുള്ളവൻ, വാജി വാഹനമായിട്ടുള്ളയാൾ എന്നൊക്കെ അർത്ഥത്തിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അശ്വം എന്ന് വെച്ചാൽ കുതിര, വാജി, തുരകം, തുരങ്കമല്ല, വേണ്ട അവിടെ, തുരകം. ആന, ആനയ്ക്ക് ഉള്ള പര്യായം ദന്തി. ദന്തി എന്ന് വെച്ചാൽ കൊമ്പ്, ആനയുടെ ഒരു പല്ലാണത്, പ്രത്യേകിച്ച് ഒന്നല്ല, അത് മേളിൽ നിന്ന് വസ്ത്രത്തിന്റെ അവിടെ നിന്ന് താഴേന്ന് വരുന്നൊരു പല്ലാണ് ദന്തി. ഗജം എന്ന് പറയും. കൽപ്പന, കൽപ്പന എന്ന് വെച്ചാല് ഓർഡർ, ആജ്ഞ, നിർദ്ദേശം എന്നാണ്. അത് കലപ്പ. സീരം, ഹലം, സീരായുധൻ, ഹലായുധൻ എന്നൊക്കെ നമ്മള് ബലരാമനെ കുറിച്ച് പറയാറുണ്ട്. സീരം, ഹലം. കാക്ക, കാക്കയ്ക്ക് ബലിഭുക്ക്, ബലിയിട്ട് കഴിഞ്ഞിട്ട് അത് കഴിക്കുന്നത് കൊണ്ടാണ് അതിനെ ബലിഭുക്ക് എന്ന് പറയുന്നത്, ബലിഭുക്ക്. പിന്നെ ചിരഞ്ജീവി എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ കാക്കകളൊക്കെ മരിക്കും, പക്ഷെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഏത് കാക്കയാണ് മരിച്ചത്, ഏത് കാക്കയാണ് ഇത് എന്നൊന്നും പറയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം ചിരഞ്ജീവി എന്നൊരു പര്യായം കൂടിയുണ്ട്. കാക്കകൾ ചിരഞ്ജീവി ഒന്നുമല്ല, പ്രായമായാൽ അത് മരിക്കും. കാൽ എന്നതിന് പാദം, പാദം, ചരണം. കാട്, വനം, വിപിനം. ക്രീഡ, കളി എന്നുള്ളതിനാണ് ക്രീഡ. നർമ്മം എന്നർത്ഥമുണ്ട്, കേളി, കളി. ചുണ്ണാമ്പിന് കൂറ്, ചൂർണം. ചുണ്ണാമ്പ് നമ്മൾ പറയല്ലോ വെറ്റിലേക്ക് മുറുക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന മൂറ്, ചൂർണം. തടാകം, പതാമാകരം, സരസി. അതൊന്നും പതാമാകരം ഒന്നും വേണ്ട, തടാകത്തിന് പൊയ്ക എന്ന് പറയാം, അല്ലെങ്കിൽ സരസി എന്ന് പറയാം. പൊയ്ക അല്ലെങ്കിൽ സരസി. തീരം, ഇപ്പൊ കടൽ തീരം എന്ന് പറയുമ്പോൾ തടം, കുലം. തുല്യം, ഈക്വൽ എന്നർത്ഥത്തിലാണ്. സമം, സദൃശ്യം. ചീങ്കണ്ണി, ചീങ്കണ്ണി എന്ന് പറയുന്നത് മുതലയല്ല കേട്ടോ, മുതലയ്ക്ക് വേറെ പേരുണ്ട്, നക്രം എന്നൊക്കെയാണ് പറയുക. മുതല വേറെ, ചീങ്കണ്ണി വേറെ. ചീങ്കണ്ണി താരതമ്യേന സൈസ് കുറഞ്ഞ ആ ടൈപ്പ് മുതലയ്ക്കാണ് പറയുന്നത് ചീങ്കണ്ണിന്ന്. അതിന് ഗ്രാഹം, അവഹാരം, ഗ്രാഹം, അവഹാരം എന്ന രണ്ടർത്ഥമാണ്, പര്യായമാണ്. തുല്യം വീണ്ടും കൊണ്ട്, സമം, സദൃശം. ദയ, കൃപ, കരുണ. ദുഷ്ടൻ, ദുഷ്ടൻ, നീചൻ, ഖലൻ, ഖലാസുരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ദുഷ്ടൻ. സ്വർണത്തിന് ഹിരണ്യം, ഹേമം, കനകം. നെറ്റി, ലലാടം, നിടിലം. ശരീരം, മെയ്യ്, കലേബരം, വപുസ് എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. ശരീരത്തിന് മെയ്യ്, കലേബരം, വപുസ്. ശുഭം, മംഗളം, കല്യാണം എന്നുണ്ട് കേട്ടോ. കല്യാണം മാരേജ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മംഗളം, കല്യാണം അല്ലെ. ശുഭം കരോതു കല്യാണം എന്ന് പറയാറുണ്ട്. ശുഭം കരോതു കല്യാണം, ശുഭത്തെ ചെയ്യുന്നതാണ് കല്യാണം. കല്യാണം എന്നും ഒരു പര്യായമുണ്ട്. മാൻ എന്നുള്ളതിന് ഏണം, ഹരിണം, സാരംഗം എന്നും അർത്ഥമുണ്ട്, എന്നും പര്യായമുണ്ട്. ഏണം, ഹരിണം, സാരംഗം. പത്നി എന്നുള്ളതിന് കളത്രം, ഭാര്യ. കളത്രം, നമ്മള് ആ വാക്ക് നമ്മൾ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിൽ കേട്ടിട്ടുണ്ടല്ലോ. പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. കളത്രം എന്ന് വെച്ചാൽ ഭാര്യ എന്നാണ്. പത്നി, ഭാര്യ, ഇതൊക്കെ സമാന അർത്ഥങ്ങളാണ്, വ്യത്യസ്ത പദങ്ങളാണ്. കുതിരയ്ക്ക് അശ്വം, വീണ്ടും അവിടെ തരംഗം എഴുതിയാണ്. തുരകം, ഹയം. വിധി, വീഥി. പാത, വഴി, മാർഗം, സരണി. അരയന്നം, ഹംസം, ശ്വേതഗുരുതം, ചത്രാംഗം എന്നുണ്ട്. വീണ, വിപഞ്ചിക, വല്ലകി. മഴ, മാരി, വർഷം, വൃഷ്ടി. അല്ലെ, നമ്മൾ പറയാറുണ്ട് മാരി വരിക, പേമാരി അല്ലെ. കാലവർഷം എന്ന് പറയാറുണ്ട്. കാലവർഷം വെച്ചാൽ നമ്മള് ജൂൺ ജൂലൈ മാസത്തിൽ തുടങ്ങാൻ പോകുന്ന മൺസൂൺ, അതിനാണ് വർഷം. വൃഷ്ടി, അനാവൃഷ്ടി, അതിവൃഷ്ടി എന്നൊക്കെ പറയാറുണ്ട്. അനാവൃഷ്ടി എന്ന് വെച്ചാൽ മഴയില്ലാത്ത സമയം, അതിവൃഷ്ടി എന്ന് വെച്ചാൽ വലിയ മഴയുള്ള സമയം.